അപ്പോൾ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും നമ്മുടെ പത്രമാറ്റിലെ കഥ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിർമ്മലിനെ പൂട്ടാൻ വേണ്ടിയിട്ടാണ് നവ്യയും നയനയും ഒരുപോലെ ശ്രമിക്കുന്നത്. നവ്യയ്ക്ക് നയനയ്ക്കും ഒപ്പം കൂട്ടായിട്ട് നമ്മുടെ ആദർശമുണ്ട്. അപ്പോൾ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദർശിന്റെ കാല് തട്ടി ആദർശ് വീഴാൻ പോകുന്നതും നവ്യ വന്ന് ആദർശയുടെ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ ആദർശനോട് വന്ന് സംസാരിക്കുന്നതും അഭി കാണുന്നുണ്ടായിരുന്നു. അപ്പൊ അഭി നവ്യ ഇവിടെയാണെന്നുണ്ടെങ്കിൽ പുറത്ത് ആരാ പോയത്, നിർമ്മലിന്റെ കൂടെ ആരാ പോവാനായിട്ട് പോയത് എന്ന് അഭി നോക്കുകയും ആ സമയത്താണ് അഭി ശ്രദ്ധിച്ചത് അത് നയനയാണ്, നവ്യയല്ല. അങ്ങനെ ഉടനെ തന്നെ അഭി നിർമ്മലിനെ കോൾ വിളിച്ചതിന് ശേഷം നിർമ്മലിനോട് പറയുവാണ് അത് നവ്യയല്ല എന്നും നവ്യയുടെ അനിയത്തി നയനയാണെന്നും എത്രയും പെട്ടെന്ന് നീ അവിടെ നിന്ന് എസ്കേപ്പ് ആയിക്കോ എന്ന് അവിടെ നിർമ്മലിനോട് അഭി ഫോൺ വിളിച്ച് പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നിർമ്മൽ ബൈക്ക് എടുത്ത് പോകാനായിട്ട് തുടങ്ങുമ്പോൾ നയന ആ ബൈക്കിൽ കയറി പിടിച്ചിട്ട് നിർമ്മലിനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് തടയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു ശ്രമങ്ങളൊന്നും വിജയിച്ചില്ല. നമ്മുടെ നിർമ്മല നയനെ തള്ളിയിട്ടതിന് ശേഷം വണ്ടി എടുത്തുകൊണ്ട് പോവാണ്. അപ്പൊ ഈ ഒരു ശബ്ദം കേട്ടപ്പോൾ ആൾക്കാരൊക്കെ വന്ന് നിർമ്മലിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഇത് നോക്കിയെങ്കിലും ആൾക്കാരല്ല, നമ്മൾ പോലീസ് ഓടി വന്ന് നിർമ്മലിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചെങ്കിലും അതൊന്നും നടന്നില്ല. പക്ഷേ ഈ ഒരു സമയം നിർമ്മല നയനെ പിടിച്ച് തള്ളിയപ്പോൾ നയനെ പോയി കല്ലിലാണ് കൈയിടിച്ച് വീണത്. അപ്പോൾ കൈ ചെറുതായിട്ട് ഒരഞ്ഞു മുറിഞ്ഞു. ഇത് കണ്ടിട്ട് ആദർശ് നവ്യയൊക്കെ ഓടി വന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ കൈ നല്ലപോലെ മുറിഞ്ഞിട്ടുണ്ട്, എന്തായാലും നീ അകത്തോട്ട് വാ എന്ന് പറഞ്ഞിട്ട് നയനയും കൊണ്ട് പോവാണ്. എന്തായാലും പോലീസുകാർ അവന്റെ പുറകെ പോയിട്ടുണ്ട്, നീ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവരകത്തോട്ട് കയറി വരുവാണ്. ഈ സമയത്ത് മുത്തശ്ശിയും മുത്തശ്ശനും കൂടി രാവിലെ ഉറക്കം എണീറ്റിട്ട് രാവിലത്തെ ചായ ഒന്നും കിട്ടില്ലല്ലോ, നയന മോൾ എണീറ്റില്ലേ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നയനയും നവ്യയും ആദർശം കൂടി ഇത് അപ്പുറത്തുനിന്ന് കയറി വരുന്നത് കാണുന്നത്. അപ്പൊ നിങ്ങൾ എവിടെ പോയി, എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ദേവയാനിയും നമ്മുടെ ജലജയും എല്ലാവരും അവിടെ വരുന്നുണ്ട്. അപ്പൊ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ആദർശാണ് പറയുന്നത് ഞാൻ രാവിലെ നടക്കാൻ പോയപ്പോഴത്തേക്കും നയനയും കൂടി വരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നയനയെ കണ്ടപ്പോഴത്തേക്കും നവ്യയ്ക്കും വരണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് നവ്യം പറഞ്ഞു. അങ്ങനെ നവ്യ നയനയും കൂടി എന്റെ കൂടെ വന്നു. വരുന്ന വഴിക്ക് ഒരു ബൈക്കുകാരൻ വന്ന് നയനെ തട്ടിയിട്ടതാണ്, കൈ ചെറുതായിട്ട് മുറിഞ്ഞു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ജലജയോ ദേവയാനെയോ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല. എന്തായാലും ഒരുവിധം അവർ പറഞ്ഞു ഒപ്പിച്ചു. അങ്ങനെ നയന തിരിച്ച് റൂമിലോട്ട് പറഞ്ഞിട്ട് പോകാനായിട്ട് തുടങ്ങുമ്പോൾ നയനയുടെ കാല് ചെറുതായിട്ട് വേദനിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് നടക്കാൻ പറ്റുന്നില്ല. അപ്പൊ മുത്തശ്ശൻ ചോദിച്ചു എന്താ സംഭവം, നിനക്ക് നടക്കാൻ പറ്റുന്നില്ലേ? ഇല്ല, എന്നെക്കൊണ്ട് എനിക്ക് നല്ല വേദനയുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും മുത്തശ്ശൻ പറയുവാണ് ആദർശേ നീ അവളെയും കൂടി എടുത്ത് പൊക്കി റൂമിലോട്ട് കൊണ്ടുപോകാനായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഇത് കേട്ടപ്പോൾ ദേവയാനിക്കും ജലജയ്ക്കും ഒക്കെ നല്ല ദേഷ്യം വന്നുവെങ്കിൽ പോലും ആദർശ മുത്തശ്ശന്റെ ആ ഒരു വാക്ക് പ്രകാരം നയനെ പൊക്കിയെടുത്ത് നേരെ മുകളിൽ കൊണ്ട് നിർത്തുന്നുണ്ട്. എന്നിട്ട് നയനെ നമ്മുടെ ആദർശം തമ്മിലുള്ള ചെറിയൊരു പ്രണയ നിമിഷങ്ങളാണ്. അത് കഴിഞ്ഞതിന് ശേഷം നേരെ നയനെ ആ ഒരു മുറിവൊക്കെ വെച്ച് കെട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങുമ്പോഴത്തേക്കും അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതായത് നിർമ്മലിനെ പറ്റിയാണ് സംസാരം. അവസാനം എങ്ങനെയെങ്കിലും നിർമ്മലിനെ ഞാൻ പൊക്കിയിരിക്കും അല്ലെങ്കിൽ നിർമ്മലിനെ ഞാൻ പൂട്ടിയിരിക്കും എന്നൊരു തീരുമാനത്തിൽ തന്നെ നമ്മുടെ നയനെ ഉറച്ചു നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് അബിയുടെ ആ ഒരു ചതികളെല്ലാം പുറത്താവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്ന് അബി മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കും. അതിന്റെ ഇടയിൽ നയനെ ആദർശ് എന്താണ് സംസാരിക്കുന്നത് ഒളിഞ്ഞു കേൾക്കാൻ വേണ്ടിയിട്ട് അഭിയും വന്നിട്ടുണ്ട്. പക്ഷെ ഈ ഒരു സമയം തന്നെ നയന ആദർശിനോട് പറയുന്നുണ്ട് അവര് ഒരിക്കലും ഇതുവരെ പൈസ ചോദിച്ചിട്ടില്ല, നവ്യേച്ചിയുടെ അടുത്ത് പൈസ ചോദിച്ചിട്ടില്ല. അപ്പൊ ഇത് മറ്റെന്തോ ഒരു പ്ലാനാണ്, ഉറപ്പായിട്ടും ഇത് ഈ വീട്ടിലുള്ള ആരോ കരുതിക്കൂട്ടി ചെയ്യുന്നതാണ്. കാരണം പൈസ ചോദിക്കാത്ത സ്ഥിതിക്ക് ഇത് മറ്റെന്തോ സംഭവമാണ് എന്ന് നയന ആദർശനോട് പറയുന്നുണ്ട്. അങ്ങനെ രാവിലെ തന്നെ നവ്യ അവിടെ റൂമിൽ അവിടെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നിർമ്മലിന്റെ ഒരു മെസ്സേജ് വരികയും ഈ ഒരു മെസ്സേജ് നയനെ കൊണ്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്താ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ നിർമ്മൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടെന്നും 10 ലക്ഷം രൂപയാണ് ചോദിച്ചിരിക്കുന്നത് എന്നൊരു കാര്യം നയനയോട് നവ്യ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം കേട്ടപ്പോൾ തന്നെ ആദർശ് വരികയും ആദർശിനോട് നയന കാര്യം പറഞ്ഞപ്പോൾ കണ്ടോ അവന് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് അവൻ ഈ കളിയെല്ലാം കളിക്കുന്നത്, നമുക്ക് എന്തായാലും അവനെ പൂട്ടാം. പക്ഷെ നവ്യ ഉറപ്പിച്ച് പറയുകയാണ് ഇത് ഒരിക്കലുമല്ല, ഇത്രയും ദിവസം അവിടെ നിർമ്മൽ പൈസ ചോദിച്ചിട്ടില്ല, പൈസയുടെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള സ്ഥിതിക്ക് ഇന്നലെ ഞാനും ആദർശേട്ടനും നമ്മൾ പൈസയെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനൊരു മെസ്സേജ് വന്നത്. അപ്പൊ അത് ഉറപ്പായിട്ടും നിർമ്മലല്ല, മറ്റാരോ ഉണ്ടെന്നും ഈ വീട്ടില് ഏതോ ഒരു ചാരനുണ്ടെന്നും അവിടെ ആദർശനോട് നയന പറയുകയും പക്ഷെ നീ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല, അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഓരോ ന്യായീകരണങ്ങളും ആദർശ് ഇവിടെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ നയനയുടെ മനസ്സിൽ അഭിയാണെന്നുള്ള ചെറിയൊരു സൂചന നയനയ്ക്കുണ്ട്. എന്തായാലും കണ്ടുപിടിക്കാം എന്നൊരു തീരുമാനത്തിലാണ് അവര്. എന്തായാലും ഉറപ്പായിട്ടും ഈ ഒരു പൈസ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് എവിടെ എത്തണം എന്നൊക്കെ നിർമ്മൽ പറയുമല്ലോ, ആ ഒരു സമയത്ത് നിർമ്മലിനെ
പൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിക്കുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ബൈ.